ഹലോ മൈ ചങ്സ്, നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട ആള് കാര്യമായിട്ടൊന്ന് വെയിറ്റ് ഒക്കെ നോക്കണ്ട. അമ്മ അതിനെ ബുദ്ധിമുട്ടിച്ചില്ല. നേരെ പെട്ടിയും പാക്ക് ചെയ്ത് നേരെ വല്യമ്മ അടുത്ത് വിട്ടിട്ടാ സലാമൊക്കെ പറഞ്ഞ് നമ്മ നേരെ വിട്ടിട്ട് കഴിഞ്ഞ് വീടിന് ബായും കൊടുത്ത് നമ്മ നേരെ എയർപോർട്ടിലെത്തി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മക്കുള്ള ഫ്ലൈറ്റ് ഇതിലുണ്ടോ നോക്കിയിട്ട് എന്തില്ല നമ്മക്കുള്ള അതിലുണ്ട്. പിന്നെ നമ്മ നേരെ ഗ്ലാസും വെച്ച് ഒരു ഷോ ഇറക്കി നടക്കലായിരുന്നു. നമ്മ എന്നാണ്ട് പൈലറ്റ് ഗ്ലാസും താത്തി അമ്മക്കൊരു ഹായി എന്ന് കിട്ടാ. ആ ഒരു സന്തോഷത്തിൽ പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. എയർപോർട്ടിലല്ലേ സ്റ്റാൻഡേർഡ് കൈ വിടാണ്ട് കോലും കുത്തി തിന്നിട്ട് എന്നെ കൊണ്ട് പറ്റണമെന്നില്ല. സാധാ തിന്നണമല്ല കൈ കൊണ്ട് വരി തിന്ന് നമുക്ക് ഇതൊക്കെയാണ് ശീലേ. അതും കഴിഞ്ഞ് നമ്മ പോയി കൈയൊക്കെ കഴുകി നൈസായിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്ത് അമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മ നേരെ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു. വെള്ളത്തിനാണെങ്കിലും ദുനിയാവിലില്ലാത്തവരെ ഒരു കുടിച്ചോളത്തിൽ വെള്ളം കഴിഞ്ഞാണെങ്കിൽ കളയാനും തോന്നണില്ല. പൈപ്പ് കണ്ണിപ്പെട്ട് ഫ്രീ ആയിരുന്നു. അത് കൊടുത്ത് അതെന്താ നീ കാണും ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കണ്ട കണ്ണി കാണും വേഗം. അതും കഴിഞ്ഞ് നമ്മ നേരെ ലോഞ്ചിൽ കണ്ട വിട്ട് കയറാനടില്ലാണ്ട് നമ്മക്കുള്ള വിളി വന്നു. നമ്മ ഒരു ഫ്ലൈറ്റിൽ എത്തിയിട്ടാ. ഫ്ലൈറ്റിൽ എത്തിക്കഴിഞ്ഞ് മുമ്പിലുള്ള ചേച്ചി റാമ്പാക്കൊക്കെ ചെയ്താണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, പ്രായമായതല്ലേ. അങ്ങനെ നമ്മ കൊച്ചി എയർപോർട്ടിന് ബായും കൊടുത്ത് നമ്മ ഫ്ലൈറ്റിൽ കയറി ഉറക്കായിട്ടാ. പിന്നെ എണീച്ചപ്പോ കണ്ട കാഴ്ചയാണിത്. ഏതെങ്കിലും ലൈറ്റ് ഒക്കെ എന്റെ റൂമിന്റെ ലൈറ്റും ഉണ്ടാവും. അങ്ങനെ അൽഹംദുലില്ലാ നമ്മ സേഫ് ആയിട്ട് വന്നിറങ്ങിയിട്ടാ. നമ്മളെ ഫ്ലൈറ്റിന് ഒരു ബായും കൊടുത്ത് നമ്മ ലഗേജ് ആത്ത് നീണ്ട കാത്തുപ്പിന് ശേഷം നമ്മളെ ലഗേജ് നമുക്ക് കിട്ടിയിട്ടാ. നമ്മക്കുള്ള വണ്ടിയിൽ കയറി നമ്മളെ പിള്ളേരെ അടുത്ത് എത്തിയിട്ടാ. ബൊമ്മാരാണെങ്കിൽ ആത്മാർത്ഥായ പണിത്തിരക്ക്. അതിന്റെ ഇടയിലല്ലേ നമ്മളെ പറഞ്ഞില്ലട്ടാ. നമ്മക്കൊരു ചായ എടുത്ത് തന്നിട്ടാ. അപ്പൊ ഓക്കെ ബൈ.